بسم الله الرحمن الرحيم. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആയത്ത് സൂറത്തുൽ മാഇദയിൽ 67-ാമത്തെ ആയത്താണ്. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകമായ ഒരു കാര്യം ഉണർത്തുന്നുണ്ട് ഈ ആയത്തിൽ. എന്നാൽ അറിവില്ലായ്മയുടെ വിഷയം കൊണ്ട് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കാതെ ഓതിപ്പോകും. എന്നാൽ ഈ കാര്യം മനസ്സിലാക്കിയ ആളുകൾക്ക് അതിൽ വലിയൊരു ഗുണമുണ്ട്. കാരണം യഥാർത്ഥമായ ദീനിന്റെ ഭാഗത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ അവർക്ക് അതുകൊണ്ട് സാധിക്കും. അല്ല എങ്കിൽ ശരിക്കും നമ്മള് ദീനിന്റെ യഥാർത്ഥ അകക്കാമ്പ് നമ്മൾ അറിയാതെ പോകും, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടന്റ് മനസ്സിലാക്കാതെ പോകും. പിന്നെ ലഭിക്കുന്ന ഒരു മതം എന്ന് പറയുമ്പോൾ ശരിക്കും അകക്കാമ്പില്ലാത്ത മതമായി തീരും. ഈ ആയതിൽ പറയുന്നത് യാ അയ്യുഹ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. അല്ലാഹു തആല പറയുന്നത് യാ അയ്യുഹ റസൂലു, യേ റസൂലേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, താങ്കളുടെ രക്ഷിതാവിൽ നിന്നും താങ്കൾക്ക് അവതീർണമായത് താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. വൈലം തഫൽ ഫമാ ബല്ലഹത റിസാലതഹു. വൈലം തഫൽ, അങ്ങനെ താങ്കൾ ചെയ്തില്ല എങ്കിൽ അഥവാ പ്രവർത്തിച്ചില്ല എങ്കിൽ, ഫമാ ബല്ലഹത റിസാലതഹു, അങ്ങനെ ചെയ്തില്ല എങ്കിൽ താങ്കൾ എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിന്റെ ദൗത്യം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പദം റിസാലത്തഹു എന്നുള്ളതാണ്. ഈ റിസാലത്തഹു എന്ന് പറയുമ്പോൾ റിസാല എന്നുള്ളത് അതിന്റെ ഏകവചനാണ്. അവിടെ നമ്മൾ താ എന്നുള്ള ഒരു പദം അക്ഷരം കൂടി വരുന്ന സമയത്ത് അത് ബഹുവചനത്തെ കുറിക്കുന്നുണ്ട്, അത് പ്ലൂറലായി മാറുന്നുണ്ട്. അങ്ങനെ ബഹുവചനം വരാൻ കാരണം എന്താണ്? സന്ദേശങ്ങൾ എന്നുള്ളതാണ്. രണ്ട് സന്ദേശങ്ങളുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല കൊടുത്തത്. ആന്തരികമായ വശമുണ്ട്, അതേപോലെ തന്നെ ബാഹ്യമായ വശമുണ്ട്. അള്ളാഹുവിന്റെ സന്ദേശം രണ്ട് തരത്തിലുണ്ട്. ആ രണ്ട് തരത്തിലെ സന്ദേശത്തിനെ കുറിച്ചും കൂടി അള്ളാഹു തആല ഉത്ബോധിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പദം ഉപയോഗിക്കാൻ കാരണം. അതിന്റെ സിംഗുലർ ഫോമിന് പകരം അതിന്റെ പ്ലൂറൽ ഫോം ബഹുവചനം ഉപയോഗിക്കാൻ കാരണം. അപ്പൊ അള്ളാഹു തആല പറയുന്നത്, താങ്കൾ ഈ രണ്ട് തരം സന്ദേശങ്ങളും ജനങ്ങൾക്ക് എത്തിച്ചില്ല എങ്കിൽ താങ്കൾ എന്ത് ചെയ്തിട്ടില്ല? താങ്കളെ ദൗത്യം നിറവേറ്റിയിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ അല്ലാഹു തആല പറയാൻ കാരണം എന്താണ്? ഈ ആയത്ത് ഇറങ്ങിയത് ഖുർആനിന്റെ അവസാന കാലഘട്ടത്തിലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിലാണ്. അപ്പോ അല്ലാഹു തആല ഈ ഒരു കാര്യം പറയാൻ കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആന് ബഹുഭൂരിഭാഗം ഭാഗം ഇറങ്ങിയ ശേഷം ഇങ്ങനൊരു സംഭവം പറയുമ്പോൾ എന്താണ്? അല്ലാഹു തആല റസൂല് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അങ്ങനെ അനുമാനിക്കാൻ സാധിക്കോ? ഇല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിനായിട്ട് അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടുന്ന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾക്കുള്ളതാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. ജനങ്ങൾക്ക് എത്തിക്കേണ്ടതല്ലാത്ത മെസ്സേജുകളും അള്ളാഹുവിന്റെ റസൂല് കിട്ടുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർഹത നോക്കിയാ വിളമ്പാറ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കിട്ടിയ മെസ്സേജുകൾ പലർക്കും പലതരത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ അർഹരായ ആളുകൾക്ക് അർഹതയുടെ തോതനുസരിച്ച് അവന് വിളമ്പി കൊടുക്കുന്നത്. ശരീഅത്തിന്റെ ആളുകൾക്ക് ശരീഅത്തും, തരീഖത്തിന്റെ ആളുകൾക്ക് തരീഖത്തും, ഹഖീഖത്തിന്റെ ആളുകൾ ഹഖീഖത്തും വിളമ്പി കൊടുക്കുന്നുണ്ട്. ഹഖീഖത്തിന്റെ ആളുകൾ ശരീഅത്ത് വിളമ്പിയിട്ട് കാര്യമില്ല, ശരീഅത്തിന്റെ ആളുകൾക്ക് ഹഖീഖത്ത് വിളമ്പിയിട്ടും കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ എല്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ആന്തരികമായ വശം ഖുർആനുണ്ട്. ഇത് ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാഹ്യമായിട്ട് ജനങ്ങൾക്ക് പൊതുവെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട്. ഈ ബാഹ്യമായ ഇൽമ് തുറക്കുന്ന സമയത്ത് ജനങ്ങൾ ഇത് ഉൾക്കൊള്ളാതെ അതിന്റെ ബാഹ്യവശം കൂടി അവരെന്ത് ചെയ്യും? ഉപേക്ഷിച്ചു കളയും. അവര് ഉള്ളതും കൂടി ഒഴിവാക്കി പോകും. അതേപോലെ തന്നെ ബാത്തിനിയായ പല വിഷയങ്ങളും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് അതിന്റെ പേരിൽ അത് പ്രവർത്തിക്കാത്തവരും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നവരും ആയി പോകും. അങ്ങനെ പലതരം അപകടങ്ങൾക്ക് കാരണമാവുന്നത്. ഈ അപകടങ്ങൾ ഇസ്ലാമിന്റെ തുടക്കത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിൽക്കാലത്ത് അതൊരു ബുദ്ധിമുട്ടായി തീരും. അതിന്റെ പേരിൽ അർഹത നോക്കി വിളമ്പൽ മാത്രമേ അവിടെ നടക്കുള്ളൂ. പക്ഷെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതെല്ലാവർക്കും എത്തിക്കണം. കാരണം ഇത് നിർബന്ധമായ ബാധ്യതയാണ്. അല്ലാഹു തആല പറയുന്നത് ഇത് മതത്തിന്റെ അകക്കാമ്പാണ്. അതില്ലാതെ മതത്തിന് ജീവനില്ല. അതിന്റെ പേരിൽ എത്തിക്കൽ നിർബന്ധമാണ്. അപ്പൊ അതും കൂടി എത്തിച്ചാലേ അങ്ങ് ബാധ്യത നിറവേറ്റിയവനാവുന്നുള്ളൂ എന്ന് അല്ലാഹു തആല പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം ഇങ്ങനെ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹുക്മ് പാലിക്കണം. എന്നാൽ ജനങ്ങൾക്ക് ഇത് എത്തിക്കുന്നതിന്റെ പേരിൽ ഫിത്നയും കുഴപ്പം ഉണ്ടാവാനും പാടില്ല. അപ്പൊ അല്ലാഹു തആല ഇതിൽ പറയുന്നത് എന്താണ്? രണ്ട് ഓപ്ഷനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്നത്. ഒന്നുകിൽ ഈ ദൗത്യം എത്തിക്കുക,
കാരണം അതിൻ്റെ ബാക്കിൽ ഉള്ള ആയത്ത് ആ വാക്യങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇതിലുള്ള വിഷയം വരുന്നത് എന്നുള്ളത്. വല്ലാഹു യസ്മുക മിനൻ നാസ് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു തആല താങ്കളെ ജനങ്ങൾ രക്ഷിക്കും. അപ്പൊ ഈ ആയത്തുകൾ, ഈ പറഞ്ഞ ആന്തരികമായ വശങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഉപദ്രവം ഉണ്ടായേക്കാം, ആരോപണങ്ങൾ ഉണ്ടായേക്കാം, ശല്യങ്ങൾ ഉണ്ടായേക്കാം. ഇതൊന്നും ഭയന്നുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പറയാതിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ തടുക്കാൻ അള്ളാഹു മതിയാവുന്നതാണ്. അള്ളാഹു താങ്കളെ രക്ഷിക്കും. ജനങ്ങളെ ആരോപണങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നല്ല അള്ളാഹു രക്ഷിക്കും. അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല എന്ന് അള്ളാഹു താല ഉറപ്പ് കൊടുക്കുകയാണ്. അത് വിളിച്ചോതുന്നുണ്ട്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാത്തത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും അതിനൊരു ഹിക്മത്തിലൂടെയാണ് കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു ആന്തരികമായ വശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാവ് കൊണ്ട് ജനങ്ങളോട് പറയുന്നില്ല, അത് പറയാൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. ആ വ്യക്തിയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് മൗല എന്നുള്ള നാമകരണം വരാൻ കാരണം. ജനങ്ങളെ മൗലയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മൗലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാഹ്യമായ ആ ഒരു ഇൽമ് ജനങ്ങളോട് നേരിട്ട് സ്വന്തം നാവ് കൊണ്ട് തന്നെ വിളമ്പിയെങ്കിലും ആന്തരികമായ ഇൽമ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളമ്പുന്നത് അലി റളിയല്ലാഹുവിന്റെ നാവിലൂടെയാണ്. തന്റെ കൽബിൽ നിന്നും അലി റളിയല്ലാഹുവിന്റെ കൽബിലേക്ക് ഈ ഇൽമുകൾ ഇട്ടുകൊടുക്കുകയും അതിനുശേഷം അലി റളിയല്ലാഹുവിന്റെ നാവിലൂടെ സംസാരിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ അലി വഴിയാണ് ജനങ്ങൾക്ക് കിട്ടുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടിട്ടല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറയാൻ കാരണം അന മദീനത്തുൽ ഇൽമ അലിയും ബാബുഹ എന്നുള്ളത്. ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, അലിയാണ് അതിലേക്കുള്ള ബാബു എന്ന് പറയാൻ കാരണം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം തന്നെ റസൂൽ വിശേഷിപ്പിക്കുന്ന പട്ടണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഖുർആന് പട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇൽമ കിടക്കുന്നത് ഖുർആനിലല്ല, അതിനേക്കാളും കൂടുതലായി ഇൽമ കിടക്കുന്നത് എവിടെയാണ്? റസൂലുള്ളാഹിന്റെ കൽബിലാണ്. അതിൽ നിന്നുള്ള ഒരു ഭാഗം ഇൽമ മാത്രമാണ് ഖുർആൻ. ബാക്കിയുള്ള ഇൽമല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബിലുണ്ട്. ആ കൽബിൽ നിന്നുള്ള ഇൽമ് ഹാസിലാക്കാൻ എന്നുണ്ടെങ്കിൽ അലിയിലൂടെ അല്ലാതെ സാധ്യമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാവ് കൊണ്ട് അത് എല്ലാവർക്കും വിളമ്പിയിട്ടില്ല. ജനങ്ങൾക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ അലി എന്ന വാവിലൂടെ കടന്നേ മതിയാവുള്ളൂ. അലിയെ നിഷേധിക്കുന്നവര്, അലിയെ വെറുക്കുന്നവര്, അലിയെ സമീപിക്കാത്തവര്, അലിയെ മനസ്സിലാക്കാത്തവർക്ക് എന്ത് സംഭവിക്കില്ല? ഒരിക്കലും ഈ ഇൽമിലേക്ക് പ്രവേശനമില്ല, അള്ളാഹുവിന്റെ റസൂലിലേക്ക് പ്രവേശനമില്ല. ഈ ഹഖീഖത്താണ് ഈ ആയത്ത് വിളിച്ചു പോകുന്നത്. അപ്പൊ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു കൽപ്പന എന്താണ്? ഈ ദൗത്യം നിറവേറ്റണം, ആന്തരികമായ വശം കൂടി റസൂലുള്ളാഹി അങ്ങ് പ്രബോധനം ചെയ്യണം എന്നാ പറയുന്നത്. അതല്ല അങ്ങ് പ്രബോധനം ചെയ്യുന്ന വിഷയം അലിയിലൂടെ ആയാലും അല്ലെങ്കിൽ ആരിലൂടെയാണ് ഈ ജനങ്ങൾക്ക് എത്തിക്കുക, അയാളെ നാമം പറഞ്ഞാലും മതി. അങ്ങനെ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വന്തം ദൗത്യം നിറവേറ്റി കഴിഞ്ഞു. കാരണം ജനങ്ങൾക്ക് പിന്നെ അദ്ദേഹത്തിലേക്ക് പോയിക്കൊണ്ട് ആ ഇൽമുകൾ ഹാസിലാക്കാം. അങ്ങനെ അല്ലാഹു തആലയുടെ കൽപ്പന വന്ന സമയത്താണ് ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗദീറകം എന്നുള്ള ആ സംഭവം ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അലി റളിയല്ലാഹുവിനെ കുറിച്ച് സഹാബത്തിനോട് പ്രഖ്യാപിക്കുന്നത്. ആർക്കാണോ ഞാൻ മൗല അവർക്ക് അലിയും മൗലയാണ് എന്നുള്ളത്. ആ പ്രഖ്യാപനം ചെയ്യുന്ന സമയത്ത് അവിടെ 3000-4000 സഹാബത്ത് സന്നിഹിതരായിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദായിൽ 1.25 കൂടിയിട്ടുണ്ടെങ്കിലും അത്രത്തോളം സഹാബത്ത് ഇവിടെ ഇല്ല എങ്കിലും 3000-4000 ആളുകൾ അവിടെയുണ്ട്. അവരുടെ മുന്നിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രഖ്യാപനം നടത്തുന്നത്. ആർക്കാണോ ഞാൻ മൗല അവർക്ക് അലിയും മൗലയാണ് എന്നുള്ളത്. ഈ പ്രഖ്യാപനത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യം പൂർത്തീകരിക്കുകയാണ്. കാരണം ഇനി നിങ്ങൾക്ക് ദീനിന്റെ അകക്കാമ്പ്, ആ അകക്കാമ്പ് അറിയണമെങ്കിൽ, നേടണമെങ്കിൽ അലിയെ സമീപിക്കണം. അലിയിൽ നിന്ന് മാത്രം അത് ഹാസിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഞാൻ എൻ്റെ പട്ടണമായ ഇൽമിനെ, ആ ഇൽമിലേക്കുള്ള കവാടമാക്കി അലിയെ മാറ്റി വെച്ചിട്ടുണ്ട്. അലിയിലൂടെ നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കണം എന്നാ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉമ്മത്തില് ബുദ്ധിമുട്ടില്ലാതെ ശരീഅത്തും കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും, തരീഖത്തും കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും, മഅരിഫത്ത് ഹഖീഖത്തൊക്കെ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. എവിടെയും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. കാരണം വരുന്ന ആളുകളിൽ പല ജാതി ആളുകളുണ്ടാവും. ശരീഅത്ത് മാത്രം ഉൾക്കൊള്ളുന്നവരും തരീഖത്തും കൂടി ഉൾക്കൊള്ളുന്നവരും ഹഖീഖത്തിന്റെ അഹലുകാരും മഅരിഫത്തിന്റെ അഹലുകാരൊക്കെ ഉണ്ടാവും. മാത്രമല്ല തുടക്കക്കാർക്ക് ഒറ്റയടിക്ക് തരീഖത്ത് ഡൈജസ്റ്റബിൾ അല്ല, ദഹിക്കാവുന്നതല്ല. അപ്പൊ പല ഘട്ടങ്ങളിലാണ് പല ആളുകൾ, പല രീതിയിലാണ്, പല തരക്കാരാണ്. അപ്പൊ ഇതെല്ലാം ഒരു ഹിക്മത്തിലൂടെ കൊണ്ടുപോകണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അതിനുള്ള ഹിക്മത്ത് ചെയ്യണം. ആ ഹിക്മത്തിലെ ഒരു വലിയ ഹിക്മത്താണ് ഈ ആന്തരിക വിജ്ഞാനത്തിലേക്കുള്ള കവാടമാക്കി അലി റളിയല്ലാഹുവിനെ പ്രഖ്യാപിച്ചത്. പിന്നെ ആയത്തിൽ പറയുന്ന വാക്യം ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. തീർച്ചയായിട്ടും അല്ലാഹു തആല സത്യനിഷേധികളായ ആളുകളെ, കാഫിരീങ്ങളായ ആളുകളെ അള്ളാഹു നിർവയിലാക്കുകയില്ല. അപ്പൊ സത്യം നിഷേധിക്കുന്ന കുഫർ പ്രകൃതിയാൽ ഉള്ളവരെ അല്ലാഹു തആല എന്ത് ചെയ്യൂല? നിർവയിലാക്കുകയില്ല. അവർക്കിത് സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ ഭാഗ്യം ഉണ്ടാവില്ല. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ വശങ്ങളും
അതിൻ്റെതായ രീതിയിൽ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവൻ ശരിക്കുമുള്ള ഇസ്ലാം മുസ്ലിം ആയിത്തീരുന്നുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.